നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സെൽറ്റ വിഗോക്കെതിരെ അവസാന നിമിഷത്തിലാണ് ഹൂലിയൻ ആൽവാരസിൻ്റെ ഗോൾ വന്നത്. ആ ഗോളിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചേർന്നത്. അത് ഗ്രീസിയുടെ കിടിലൻ ഒരു ക്രോസ്, അതിൽ നിന്നാണ് മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് തൻ്റെ ജോലി കൃത്യമായി ചെയ്ത് ഹൂലിയൻ ആൽവാരസ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ അതിനുശേഷം ഹൂലിയൻ ആൽവാരസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്, ടീമിനും ഈ ഒരു വിജയം കോൺഫിഡൻസ് നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. ESPN അദ്ദേഹം സംസാരിച്ചത് ഇങ്ങനെയാണ്: ഒബ്വിയസ്ലി ഇത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും, ടീമിനെ സഹായിക്കാനുള്ള എൻ്റെ ആ ഒരു താല്പര്യത്തെ സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇപ്പോൾ 1-0 ജയിച്ചാലും 5-0 ജയിച്ചാലും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പോയിന്റുകൾ കൂടി ആഡ് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും റയൽ മാഡ്രിഡുമായിട്ടാണ് അടുത്ത മത്സരം വരുന്നത്. ഒബ്വിയസ്ലി അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് മാച്ചാണ്. നൗ ഈ ഒരു വിജയത്തിന് ശേഷം ഞങ്ങൾ റെസ്റ്റ് എടുക്കും, എന്നിട്ട് അടുത്ത ദിവസം മുതൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ കളിയെക്കുറിച്ച്, റയലിനെതിരെയുള്ള കളിയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കുക. അതിനുവേണ്ടി പൂർണ്ണ സജ്ജരായിട്ട് ഒരുങ്ങിക്കൊണ്ട് തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നുകൂടി ഇപ്പോൾ ഹൂലിയൻ ആൽവാരസ് പറയുന്നു. എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ മെട്രോപൊളിറ്റനിൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു തകർപ്പൻ പോരാട്ടമായിരിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അർജൻറ്റൈൻ ഇതിഹാസമായിരുന്ന ഡിയേഗോ സിമിയോണിയും, മറുഭാഗത്ത് കോച്ചിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് റയലും പന്ത് തട്ടുമ്പോൾ നമുക്കൊരു കിടിലൻ ഫുട്ബോൾ മത്സരം കാണാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് നോക്കാം.